നല്ല അപ്രൈറ്റ് ആണ് ഇരിക്കുന്നത്. ഹാൻഡിൽ ബാർ ടുവേർഡ്സ് റൈഡർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇനി സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിൻ്റെ ഒരു ഗുണം കാണിച്ചുതരാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ 100 350 ആണ്. റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു കുഞ്ഞൻ ബൈക്കാണ് എന്ന് വേണം പറയാൻ ഇതിനെ. കാരണം വേറെ ഒന്നുമല്ല, ഷോർട്ടർ വീൽ ബേസ് ആണ്. മാത്രമല്ല സീറ്റ് ഹൈറ്റ് ആണെങ്കിലും കുറവാണ്. സോ റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റഗ്ഗഡ്നെസ് അല്ലെങ്കിൽ ഒരു മാൻലി ഫീലിംഗ് തന്നിരുന്ന ഒരു ബ്രാൻഡാണെന്ന് വേണം പറയാം. സോ അവരുടെ ഭാഗത്തു നിന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി, അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് അവരിറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ഈ 100 350. സോ ഇത് നമ്മളൊരു ഗൊറില്ല 450യുടെ ഒരു സ്കെയിൽ ഡൗൺ വെർഷനായിട്ട് എനിക്ക് തോന്നുന്നത്, ഡിസൈൻ വൈസ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലെ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത് നമ്മളുടെ 100 350യുടെ പുതിയ മോഡലാണ്, പുതിയ വെർഷനാണ്. വെർഷൻ 2 എന്നെല്ലാം വേണമെങ്കിൽ പറയാം. പഴയ മോഡലിലുള്ള പ്രോബ്ലംസ് എല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് അവരിറക്കിയിട്ടുള്ള ഒരു പുതിയ വെർഷനാണ് ഇത്. സോ എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതിൻ്റെ എസ്തറ്റിക്കലി നോക്കുകയാണെങ്കിൽ കളർ സ്കീം മാറിയിട്ടുണ്ട്. കളർ സ്കീമുകൾ നല്ല അടിപൊളി പണിയറിയാവുന്ന പിള്ളേരെ വെച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി കളർ തീമുകൾ റോയൽ എൻഫീൽഡ് ഈ ഒരു വണ്ടിയിൽ ഇറക്കിയിട്ടുണ്ട്. സോ ഇത് അതിലൊരെണ്ണമാണ്. ഇത് ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന കളറാണ്. ഇത് ജപ്പാൻ ബ്ലാക്ക് അല്ലെങ്കിൽ ടോക്കിയോ ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഒരു കളറാണിത്. ഇനി ഇതിൽ തന്നെ ഒരു ലണ്ടൻ റെഡ് കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഐക്കോണിക് ബ്ലൂ കളറും വരുന്നുണ്ട്. മിഡ് വേരിയൻറ്റിൽ ഒരു വൈറ്റ് കളറാണ് വരുന്നത്. അതിന് താഴെ ബേസ് വേരിയൻറ്റിൽ ബ്ലാക്ക് കളറാണ് വരുന്നത്, നമ്മളുടെ പഴയ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്. സോ ഇത്രയൊക്കെയാണ് എസ്തറ്റിക്കലി കളർ ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി മെയിൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മളുടെ ഹെഡ്ലൈറ്റ്, ഇവിടെ നോർമലി ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഹാലോജൻ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഒരു LED ഹെഡ് ലാമ്പ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ വിസിബിലിറ്റി വളരെ കുറവാണ്. ഞാൻ ഇന്നലെ നൈറ്റ് ഓടിക്കുന്ന സമയത്ത് ലൈറ്റ് ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോകുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. സോ വിസിബിലിറ്റി കുറച്ച് കുറവാണ്. സോ ഓക്കെ, നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലോജൻ ആണ്, ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. സോ നമുക്കൊരു അഡീഷണൽ ആക്സസറി എന്നുള്ള നിലയിൽ ഇൻഡിക്കേറ്റേഴ്സ് വേണമെങ്കിൽ LED ആയി അപ്ഗ്രേഡ് ചെയ്യാവുന്നതുമാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ നോർമൽ ടെലിസ്കോപ്പിക് ഫോർക്കാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അഗ്രസീവായിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ റിയർ വീൽ ലോക്കിങ്ങോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ് റോയൽ എൻഫീൽഡ് ചെയ്തിട്ടുള്ളത്. അത് നൽകിയത് കൊണ്ട് തന്നെ നമ്മളുടെ ക്ലച്ച് ലിവർ ഒന്നുകൂടെ അല്ല, നല്ല രീതിയിൽ ബട്ടർ സ്മൂത്ത് പഴമായിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റാണ്. സീറ്റിൽ ഒന്നുകൂടെ ഫോമിംഗ് എല്ലാം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടെ റീഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സീറ്റാണ്. നല്ല കംഫർട്ടുണ്ട് സീറ്റിലിരിക്കുമ്പോൾ, പില്ലിയനാണെങ്കിലും ശരി, റൈഡറിനാണെങ്കിലും ശരി. പിന്നെ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിയർ സസ്പെൻഷനാണ്. റിയർ സസ്പെൻഷൻ അവർ ഒന്നുകൂടെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പ്രോഗ്രസീവ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്, ഡ്യുവൽ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലല്ല, പ്രോഗ്രസീവ്. അതായത് നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് കുറച്ച് ഹാർഡറായിട്ടും കുറച്ച് സ്ലോയിൽ പോകുന്ന സമയത്ത് നല്ല സോഫ്റ്റ്വെയറായിട്ടും നമുക്ക് തോന്നും. അത് ഒന്നുകൂടെ നമുക്ക് ഹാർഡറാക്കാനും സ്മൂത്തറാക്കാനും ഇവിടെ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ സ്പ്രിങ് നോക്കി കാണാം, ഗ്യാപ്പ് കുറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നല്ല ഗ്യാപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു USB-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വെച്ചിട്ടുള്ള ബോബോറോ മൊബൈൽ ഹോൾഡർ ആഫ്റ്റർ മാർക്കറ്റാണ്. പിന്നെ ഇവിടെ ഒരു നാവിഗേഷൻ പോഡ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് വഴി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഓൺ ആക്കിയിടാം. അത്രയൊക്കെയാണ് മേജർ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. നമ്മളുടെ എക്സോസ്റ്റ് സിസ്റ്റം അവർ റീറൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു 10 mm മോർ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. പഴയ റോയൽ എൻഫീൽഡിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ് എന്നായിരുന്നു. സോ ഇതിൽ ആ കംപ്ലൈൻറ്റ് അവർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ. കാരണം 150 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 160 mm ആണ്. സോ അതൊരു മേജർ അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ
എക്സോസ്റ്റിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു എക്സോസ്റ്റിൻ്റെ ഡിസൈനാണ്. അതൊരു ഷോർട്ട് എക്സോസ്റ്റ് എന്ന് പറയാം. എന്നാൽ സൗണ്ടും അതുപോലെ തന്നെ നല്ലൊരു സൗണ്ടാണ്. പഴയ ഹണ്ടറിൽ റിയർ സസ്പെൻഷൻ ഹാർഡർ ആയതുകൊണ്ട് തന്നെ അത് റൈഡിങ് കംഫർട്ടിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. എന്നാൽ ഇതിൽ അത് നല്ല രീതിയിൽ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു കംഫർട്ടാണ് കമ്പയർഡ് ടു ഓൾഡർ ഹണ്ടർ നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഹാൻഡിൽ ബാർ സ്വിച്ചസിൽ കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ബീം ലോ ബീം പാസ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോൺ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ ഒരു ഹസാർഡ്, അത്രയേ ഉള്ളൂ. പിന്നെ ഹാൻഡിൽ ബാർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടുവേർഡ്സ് റൈഡറാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അത് ഒന്നുകൂടെ നല്ല രീതിയിൽ കംഫർട്ട് തരുന്നുണ്ട് നമുക്ക് ഓടിക്കാനായിട്ട്. പഴയ ഹണ്ടറിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിട്ടായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത്തവണ അതില്ല. പിന്നെ 2 ബാർ ആൻഡ് മിറേഴ്സ്. ഇത് റോയൽ എൻഫീൽഡിൽ നിന്ന് തന്നെ വരുന്ന ബാർ ആൻഡ് മിറേഴ്സ് ആണ്. പക്ഷേ ഇത് നല്ല രീതിയിൽ വിസിബിലിറ്റി തരുന്നൊരു ബാർ ആൻഡ് മിറേഴ്സ് ആണ്. അതായത് ഒരു തരത്തിലുള്ള വൈബ്രേഷൻസോ ഒരു തരത്തിലുള്ള ബ്ലർനെസ്സോ ഇതിലില്ല. നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് ഇതുപോലെ തന്നെയാണ് റണ്ണിങ്ങിൽ നിങ്ങൾ കാണുന്നത്. അതായത് അത്രയും നല്ലൊരു വിസിബിലിറ്റി തരുന്നൊരു മിറേഴ്സാണ്. നോർമൽ ബാർ ആൻഡ് മിറേഴ്സ് എന്ന് പറയുമ്പോൾ തട്ടത്തിൻ മറയത്തിൽ പറയുന്ന പോലെ ഓള് തട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെ, വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സാറേ പിന്നെ ഒന്നും കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ ബാർ ആൻഡ് മിറേഴ്സാണ് നോർമലി വരാറ്. എന്നാൽ ഇത്തവണ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ള ഈ ഒരു ബാർ ആൻഡ് മിറേഴ്സ് നല്ല രീതിയിൽ വിസിബിലിറ്റി തരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിൽ വിസിബിലിറ്റി തരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണോ കാണുന്നത് ഇതുപോലെ തന്നെയാണ് വണ്ടി ഓടി കഴിയുമ്പോഴും കാണുന്നത്. സോ ഒരു തരത്തിലുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളോ അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ സീറ്റ് ഹൈറ്റാണ്. 790 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. സോ വണ്ടിക്ക് 181 kg വെയിറ്റ് ഉണ്ട്. പക്ഷേ അതായത് നമ്മുടെ ഹോണ്ട CB 350-നേക്കാളും നല്ല രീതിയിൽ വെയിറ്റ് ഉള്ള വണ്ടിയാണ്. 181 kg ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലാണ് ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ റോയൽ എൻഫീൽഡ് ചെയ്തിട്ടുള്ളത്. ലേഡി റൈഡേഴ്സ് കൂടുതലായി പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓണറും ഒരു ലേഡിയാണ്. ഞാൻ അവളുടെ നിന്ന് വണ്ടി കടം വാങ്ങിച്ചതാണ് റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട്. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു ഞാനൊരു 2-3 ദിവസമായി ഞാനിത് ഓടിക്കുന്നു. എനിക്കിതിൻ്റെ ഓവറോൾ ഫീൽ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് ഒന്നുകൂടെ എന്താ പറയുക, പഴയ ഹണ്ടർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. സോ പഴയ ഹണ്ടറിൽ നിന്നും വളരെ വ്യത്യസ്തമായി എന്നല്ല, നല്ല രീതിയിൽ അപ്ഗ്രേഡേഷൻ റോയൽ എൻഫീൽഡ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് MRFൻ്റെ സാപ്പർ സീരീസിലുള്ള ഒരു 110 സെക്ഷൻ ടയറാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 140 സെക്ഷൻ ടയറാണ് ബാക്കിലും യൂസ് ചെയ്തിട്ടുള്ളത്. 17 ഇഞ്ച് അലോയ് വീൽസാണ് വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ടിലൊരു 300 mm ഡിസ്ക് റോട്ടറും റിയറിലൊരു 270 mm ഡിസ്ക് റോട്ടറുമാണ് വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ J സീരീസിലുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. 349cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ 20 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ. 27 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി 20 bhp അല്ല, 20 പോയിൻറ്റ് സംതിങ് ഉണ്ട്. 20.5 20.7 ഉണ്ട്. സോ ഞാൻ 20 എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. ഇത് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് സ്പിൻ. സോ ഇതിലിപ്പോൾ വരുന്നൊരു 13 ലിറ്റർ ടാങ്കാണ്. ഒരു മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 80-ലെല്ലാം ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 35 to 40 മൈലേജും കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഒരു ഫുൾ ടാങ്കിൽ ഒരു 250 to 300+ കിലോമീറ്റർ നമുക്ക് ഈസിലി ഒറ്റ ടാങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്ററാണ്. ഇപ്പോൾ ഞാനിരിക്കുന്ന നല്ല അപ്രൈറ്റ് ആണ് ഇരിക്കുന്നത്. ഹാൻഡിൽ ബാർ ടുവേർഡ്സ് റൈഡറാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പിടിക്കേണ്ട കാര്യമില്ല. ഹാൻഡിൽ ബാർ ഇങ്ങനെ നേരെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാൻഡിൽ ബാർ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റൈഡിങ് പോസ്റ്റർ ഇപ്പോൾ എൻ്റെ ഫുഡ് പാക്ക് ആണെങ്കിലും ശരി, അത് സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത്. സോ
അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് ഓടിക്കാൻ ബുദ്ധിമുട്ട് എന്ന് ഒരു സംഭവം ഇല്ല. കാരണം ഹൈറ്റുള്ള ആൾക്കാരും ഇത് ഓടിച്ച് നടക്കുന്നുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട്. ഇപ്പോൾ ഡെയിലി യൂസിനെല്ലാം ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ, പുള്ളി 6.1 ആണ് ഹൈറ്റ്. പുള്ളി നല്ല സിമ്പിളായിട്ട് ഇത് ഓടിച്ച് നടക്കുന്നുണ്ട്. പുള്ളിക്ക് നല്ല കംഫർട്ടബിളാണ്. പുള്ളി ഇന്നേ വരെ ഇതിന് തീരെ കംഫർട്ടില്ല, എനിക്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് എന്ന്. പിന്നെ വല്ലാതെ ഹൈറ്റുള്ള ആൾക്കാരെ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിപ്പോൾ അവർ ഈ ബൈക്കിൽ നിന്നല്ല ഏത് ബൈക്ക് ഓടിച്ചാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അത്ര ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പോയി ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. സിറ്റി യൂസിനും അതുപോലെ തന്നെ അത്യാവശ്യം ടൂറിങ്ങിനും എല്ലാം പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള നല്ലൊരു വണ്ടിയാണ്. സോ ഇതിൽ കമ്പയർ ടു CB350 എനിക്ക് കുറച്ചുകൂടെ ഷോർട്ടർ ആയിട്ടാണ് തോന്നിയത് ഗിയർ റേഷ്യോ. പക്ഷേ നല്ല രീതിയിൽ ബോട്ടം ടോർക്ക് ഉള്ള കാരണം നമുക്ക് ലോ എൻഡിലാണെങ്കിലും അതുപോലെ മിഡ് റേഞ്ചിലാണെങ്കിലും നല്ല രീതിയിൽ പുഷ് കിട്ടുന്നുണ്ട് വണ്ടിയിൽ. ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ 3rd ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ വണ്ടി ഫുള്ളേയും. ഇപ്പം എനിക്ക് ഈ 3rd ഗിയറിൽ തന്നെ വേണമെങ്കിൽ ഒരു 65 പോകാം, ഇല്ലെങ്കിൽ എനിക്കൊരു 20 പോകാം ഈ സെയിം ഗിയറിൽ. കണ്ടില്ലേ 20-25 ഉള്ളിൽ ഞാൻ പോകുന്നത്. സോ ഇതാണ് ടോർക്കിൻ്റെ ഗുണം. സോ ഞാൻ പറഞ്ഞില്ലേ, റോയൽ എൻഫീൽഡ് ടോർക്ക് വിട്ടിട്ടൊരു കളിയില്ല. വൈബ്രേഷൻസ് അങ്ങനെ കാര്യമായിട്ടുള്ള വൈബ്രേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ RPM കയറുന്ന രീതിയിൽ RPM മീറ്റർ മിസ്സിംഗ് ആണ് ഇതിൽ. RPM നല്ല രീതിയിൽ കയറുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും. അത് ഒബ്വിയസ്ലി എല്ലാ ബൈക്കിലുള്ള വൈബ്രേഷൻ തന്നെയാണ്. സോ അത് നെഗ്ലിജിബിൾ ആണ്. റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് കാരണമാണ് അതൊരു അതിശയം. അതായത് റോയൽ എൻഫീൽഡ് വൈബ്രേഷന് പേര് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്ലാസിക് 350യും ക്ലാസിക് 500ലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ പഴയ GT 535 അതിലാണെങ്കിലും നല്ല രീതിയിൽ വൈബ്രേഷൻ അടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു റോയൽ എൻഫീൽഡിന്. സോ അതിൽ നിന്ന് അങ്ങനെ പാരമ്പര്യമുള്ള ഒരു ബൈക്കിൽ, ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഇവന് തീരെ വൈബ്രേഷൻ ഇല്ല എന്ന് പറയുന്നത് വളരെ അധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഇൻറ്റർസെപ്റ്റർ ആണെങ്കിലും തീരെ വൈബ്രേഷൻ ഇല്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ അങ്ങനെ പല വണ്ടികളുണ്ട്. സോ അത് റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു മാറ്റം നല്ല രീതിയിൽ മാറി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഇനിയും റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ വെറൈറ്റി ബൈക്കുകൾ, അതായത് നല്ല രീതിയിലുള്ള ബൈക്കുകൾ, നല്ല നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഓടിക്കാനും ഡെയിലി യൂസിനും അതുപോലെ തന്നെ അത്യാവശ്യം ടൂറിങ്ങിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ബൈക്കുകൾ ഇനിയും ഇറങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ ബൈക്ക് ഇപ്പോൾ ആർക്കാണ് ഓപ്റ്റായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഡെയിലി യൂസിന്, ഇപ്പോൾ ഡെയിലി ഓഫീസിൽ പോയി വരാനോ അല്ലെങ്കിൽ ഡെയിലി കോളേജിൽ പോയി വരാനോ അല്ലെങ്കിൽ ഡെയിലി യൂസിന്, ഡെയിലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാവലുള്ള ആളാണെങ്കിൽ, ജോലിയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ട്രാവലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസിന് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് മൈലേജും ഉണ്ടാവും, അതുപോലെ തന്നെ പവറും ഉണ്ടാവും, കംഫർട്ടും ഉണ്ടാവും, എല്ലാം കൊണ്ടും. പിന്നെ ടൂറിങ്ങിന് നോക്കുകയാണെങ്കിൽ ടൂറിങ്ങിന് മോശമൊന്നുമില്ല. ടൂറിങ്ങിന് അത്യാവശ്യം ഒരു അപ് ടു 500 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് ടൂർ ചെയ്യാം. 500 കിലോമീറ്ററിന് മുകളിൽ നിങ്ങൾക്ക് ടൂർ ചെയ്യാം. പക്ഷേ അതൊരു ഭയങ്കരമായിട്ട് ഹെക്ടിക് ആയിരിക്കും. ഹെക്ടിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള കംഫർട്ട് ഉണ്ടായിരിക്കില്ല ആ 500 കിലോമീറ്ററിന് മുകളിൽ പോകുമ്പോൾ. പിന്നെ പില്യൺ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അത്രത്തോളം പില്യൺ ഫ്രണ്ട്ലി അല്ല. എന്നാൽ ഒരു സിറ്റിക്കുള്ളിൽ ഒരു ഷോർട്ട് റൈഡിനെല്ലാം പില്യന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കില്ല. പക്ഷേ നല്ലൊരു ലോങ് റൈഡ്, അതായത് ഒരു 300 കിലോമീറ്റേഴ്സ് പ്ലസ് റൈഡ് പോകുന്ന ടൈമിൽ പില്യണ് നല്ല രീതിയിൽ അൺകംഫർട്ടബിൾ ആയിരിക്കും. വിത്ത് ലഗേജ് സിംഗിൾ റൈഡർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ 80 to 100 ക്രൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മൈലേജും കിട്ടും. അതായത് ഒരു അപ് ടു 40 വരെ കിട്ടിയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. സോ 35 എന്തായാലും കിട്ടും. എനിക്കിപ്പോൾ ഒരു 35ൻ്റെ അടുത്താണ് എനിക്കിപ്പോൾ പേഴ്സണലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ അഗ്രസീവായിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരാളാണ്. സോ
എനിക്ക് കിട്ടുന്ന മൈലേജ് ഏത് വണ്ടി എടുത്താലും മൈലേജ് കുറവേ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു സാധനം റിലയബിലിറ്റി. ഇത് റിലയബിൾ ആണോ? ഇത് റിലയബിൾ ആണോ എന്ന് ചോദിച്ചാൽ, വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി ബൈക്ക് എന്ന് വേണം പറയാൻ. കാരണം 1.49 അതാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണിയാണ്. നിങ്ങൾക്ക് ഒരുപാട് നോൺസെൻസ് ഫീച്ചേഴ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിൾ ബൈക്ക്, നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബൈക്ക്. ഇപ്പം നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് റൈഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല അഗ്രസീവായിട്ട് ബൈക്ക് ഓടിക്കാനും പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണിത്. പിന്നെ ടയേഴ്സ് അത്രത്തോളം കോൺഫിഡൻസ് തരുന്നില്ല. ടയേഴ്സ് നിങ്ങളിപ്പോൾ ഡെയിലി യൂസിനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ ടയേഴ്സ് മതി, ഈ ടയേഴ്സാണ് നല്ലത്. പക്ഷേ ഒന്നുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾ റൈഡ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ബെറ്റർ ടയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മാത്രമല്ല, ബ്രേക്കിംഗ് നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് പിടിച്ചാൽ പിടിച്ചോടത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ഉള്ള കാരണം വണ്ടി സ്കിഡും ആവുന്നില്ല. ഇനി സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിൻ്റെ ഒരു ഗുണം കാണിച്ചുതരാം. കണ്ടില്ലേ, ഫസ്റ്റ് ഗിയറിലേക്കാണ് വീണത്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഫസ്റ്റ് ഗിയറിലേക്ക് വീണതെന്ന്. ആ ഒരു പിടുത്തോ ആ ഒരു വീൽ ലോക്കോ അങ്ങനെ ഒരു കാര്യവുമില്ല. നല്ല സ്മൂത്താണ്. CC നിന്ന് അപ്ഗ്രേഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു 150cc നിന്ന് അപ്ഗ്രേഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ്ലി റെട്രോ ഒരു ബൈക്ക് വേണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്കും ഓപ്റ്റായിട്ടുള്ളൊരു ബൈക്കാണിത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണ്. അത്രത്തോളം പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പവറോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ. സോ ഞാനെപ്പോഴും പറയുന്നത് പോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ബൈക്കുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.